നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് പശ്ചിമേഷ്യയിൽ മാറി മറിയുന്ന ശാക്തിക സമവാക്യങ്ങളെക്കുറിച്ച് ഒരന്വേഷണം. ഇസ്രയേൽ, UAE, സൗദി അറേബ്യ, ഇന്ത്യ, പാകിസ്ഥാൻ 5 രാജ്യങ്ങൾ തമ്മിൽ എന്ത് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഈ 5 രാജ്യങ്ങളുടെയും നിലപാടുകൾ വ്യത്യസ്തമായ ആംഗിളുകളിൽ ചിലതൊക്കെ കൺവേർജ് ചെയ്യുകയും ചിലതൊക്കെ ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം, ഒരു അനാലിസിസാണ്, ഒരു ആഴത്തിലുള്ളൊരു പരിശോധനയാണ്. പശ്ചിമേഷ്യയുടെ പവർ ഡൈനമിക്സിലേക്ക് ഒരു വെറും എത്തിനോട്ടമല്ല, കുറച്ച് ഏർലി പ്രൊജക്ഷൻസ് ആണ്. ചെറിയ രീതിയിൽ സമവാക്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ സൂചന വാക്ചിത്രങ്ങളിലൂടെ നൽകാൻ ശ്രമിക്കുകയാണ്. പ്രേക്ഷകർ സാഗൂതം കേൾക്കുമല്ലോ. കാരണം ഇത് വളരെ സങ്കീർണമായൊരു പ്രഹേളികയാണ്. കാരണം ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ എഴുതിയുണ്ടാക്കിയ ബന്ധങ്ങളൊന്നുമല്ല. ഇതൊരു മതിപ്പ് വശമാണ്. അത് മാറുമ്പോൾ ചില സൂചനകൾ കണ്ടുകൊണ്ട് ആ ഒരു ഷിഫ്റ്റ് ഇൻ എംഫസിസ്, ഷിഫ്റ്റ് ഇൻ ഇൻട്രസ്റ്റ്, ഷിഫ്റ്റ് ഇൻ റിലേഷൻഷിപ്പ് അതിനെ ഡീസൈഫർ ചെയ്തെടുക്കാനുള്ള ഒരു എളിയ ശ്രമം മാത്രം. നോക്കൂ, GCC രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ട്, ഇതാണ് നമ്മുടെ പൊതുവിശ്വാസം. GCC രാജ്യങ്ങളിൽ അത് സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ, ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ വളരെ പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവരൊക്കെ തന്നെ നല്ല ബന്ധമാണ്. GCC മേഖലയാണ്. ഓയിൽ പ്രൊഡ്യൂസിങ്, ഗ്യാസ് പ്രൊഡ്യൂസിങ്, പെട്രോ ഡോളർ റിച്ച് ഏരിയാസാണ്. പക്ഷേ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. സുഗമമാണെന്ന് തോന്നാമെങ്കിലും ഇപ്പോൾ സങ്കീർണമാണെന്നുള്ളതിൻ്റെ ആദ്യ സൂചന ഒരു പക്ഷേ പൊതുജനങ്ങൾ കിട്ടുന്നത് UAE ഈ പറയുന്ന ഒപ്പെക്ക് വിട്ടു പോകാനെടുത്ത തീരുമാനമാണ്. ഒരിക്കലും UAE ഒപ്പെക്ക് വിട്ടു പോകുമെന്ന് ആ പോകുന്ന നിമിഷത്തിന് തൊട്ട് മുൻപ് പോലും ഒരു സൂചനയില്ലായിരുന്നു. GCCയിൽ പലർക്കും അത് അറിയില്ലായിരുന്നു. സൗദിക്കൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ സൗദിയുടെ ഒരു വെളിയേട്ടൻ നിലപാട്, സൗദിയുടെ ഒരു ഡൊമിനൻസ് അല്ലെങ്കിൽ പെട്രോ ഡോളർ റെജിമെൻ്റ് നിലനിർത്താനുള്ള സൗദിയുടെ ഒരു നിശ്ചയം, അതിൽ നിന്നും മാറി തങ്ങളുടേതായ ഒരു പന്ഥാവ് വെട്ടിത്തെളിച്ച് UAE പോകുന്നുണ്ടോ? അതാണ് ഒരു അന്വേഷണം. 2, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക കരാറുണ്ട്. പലരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുമെന്ന്. പക്ഷേ 2 വർഷം മുൻപ് അങ്ങനെ ഒരു സാഹസത്തിന് സൗദി അറേബ്യ മുതിർന്നു. ഓപ്പറേഷൻ സിന്ധുവിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നതായി ഒരു സൂചന പോലും ഇല്ലായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനും സൗദിയും തമ്മിൽ വല്ലാതെ അടുക്കുന്ന ഒരു രംഗം. തുർക്കി കൂടി രംഗത്ത് വരികയാണ്. വലിയ ഇസ്ലാമിക രാജ്യമായ സൗദിയുമായി അത്ര സ്വരച്ചേർച്ച ഇല്ലാതിരുന്ന സൗദിയും തുർക്കിയും തമ്മിലുള്ള ബന്ധം ഒരു പതിറ്റാണ്ടായി വലിയ സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ പുരോഗതി ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ഒരു കോമൺ ഫാക്ടറായി വരുന്നു. ഡിഫൻസ് ഡീൽ ഉണ്ടാകുന്നു. അമേരിക്കയുടെ സംരക്ഷണം സൗദിക്കുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണത്തെ തടയാൻ അമേരിക്കൻ സംരക്ഷണം മാത്രം മതിയാവില്ല. വേണ്ടി വന്നാൽ ഇറാനെ ആണവമായി എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കേണ്ടി വന്നാൽ, അത് വരാതിരിക്കട്ടെ, വരില്ല എങ്കിൽ പാകിസ്ഥാൻ്റെ സഹായം വേണ്ടി വരും. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് ഈ സൈനിക ഇടപാടിന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി. ഇതാണ് സൗദി കൊടുക്കുന്ന ഒരു ഇമേജ്. അമേരിക്ക കൊടുക്കുന്ന ഒരു ഇമേജാണ്. അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നല്ല സൗഹൃദമാണ്, സംശയമൊന്നുമില്ല. ചൈനയും പാകിസ്ഥാനും തമ്മിൽ നല്ല സൗഹൃദമാണ്, അതിലും തർക്കമില്ല. പക്ഷേ സൗദി നേരിട്ട് പാകിസ്ഥാനുമായി ഇങ്ങനെയൊരു ഡീൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ട് എന്ന് കരുതുന്നവരല്ല മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ വേറിട്ട് ചിന്തിച്ചു സൗദി അറേബ്യ. അപ്പോൾ പിന്നെ UAE മറ്റൊരു ചിന്തയിലേക്ക് വരികയാണ്. നോക്കൂ, ഇസ്ലാമിക ലോകത്ത് പലപ്പോഴും രാജ്യങ്ങൾക്ക് ചതുർത്ഥിയാണ് ഇസ്രായേലിനോട്. പക്ഷേ ധൈര്യപൂർവ്വം ഇസ്രയേലുമായി ആദ്യം ബന്ധം സ്ഥാപിച്ചത് ഇസ്ലാമിക ലോകത്തെ പ്രമുഖ ശക്തിയായ ഒരു ആഫ്രിക്കൻ പവർ കൂടിയായ ഈജിപ്റ്റാണ്. 1978 തന്നെ അത് സംഭവിച്ചു. പിന്നീട് 2020 അബ്രഹാമിൻ്റെ പേരിൽ കരാറുകളിൽ ഏർപ്പെടുകയാണ്. അത് ട്രംപിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി ആയിരുന്നു എന്നോർക്കണം. ട്രംപിൻ്റെ കഴിഞ്ഞ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിനോട് അടുപ്പിച്ചുള്ള സമയത്ത് നടന്നതാണ്. അതിൽ UAE ഒരു പങ്കാളിയായി മാറി. അപ്പം ഇസ്രയേലിനെ അംഗീകരിക്കുന്ന,
ഇസ്രയേലുമായി വലിയ വ്യാപാര ബന്ധങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുന്ന, ഭാവിയിൽ ഇസ്രയേലിന് വേണ്ടതും ഈ പറയുന്ന വ്യാപാര ബന്ധമാണ്. അതേസമയം UAEയുടെ സുരക്ഷാ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു നിയോഗം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലിന് വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തതുമാണ്. ഇസ്രയേലിൽ നിന്നും അയൺ ബീം ഉൾപ്പെടെയുള്ള പ്രതിരോധ ആയുധങ്ങൾ UAEക്ക് ലഭിച്ചു. ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം UAEയിൽ ഉണ്ടായി എന്ന് ചില റിപ്പോർട്ടുകൾ വന്നു. അത് UAE നിഷേധിക്കുന്നു, ഇസ്രയേൽ അത് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് സ്വരത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ചില അന്തർധാര, വെറും അന്തർധാരയൊന്നുമല്ല, ഉപരിതലത്തിൽ തന്നെ ചില കോണ്ടാക്റ്റുകളുണ്ട്. അമേരിക്കയും അത് സ്ഥിരീകരിക്കുന്നു. UAEയുടെ ഭാഗത്തുനിന്ന് സൈനികമായ സഹകരണം ഇസ്രയേലുമായി ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാന് ഒരിക്കലും UAEക്ക് മാപ്പ് കൊടുക്കാനാവില്ല. സൗദിയിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം കുറച്ചിരുന്നു വെടിനിർത്തൽ കാലത്ത്. പക്ഷെ വെടിനിർത്തൽ തുടരുമ്പോഴും, അമേരിക്ക ഇറാന് നേരെയുള്ള വെടിനിർത്തൽ തുടരുമ്പോഴും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോണുകളും മിസൈലുകളും UAEയിലേക്ക് പ്രവഹിച്ചതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഇതാവാം കാരണം. അപ്പം UAE മാറി ചിന്തിക്കുന്നു. ഇനി ഞാനൊരു കരാറിനെക്കുറിച്ച് പറയട്ടെ, ഒരു സൈനിക ഒരു സഖ്യത്തെക്കുറിച്ച് പറയട്ടെ. സൈനിക ഇതര സഖ്യമാണ്, സാംസ്കാരിക സാമ്പത്തിക സഖ്യമാണ്. കാര്യമായി സംസാരിക്കാത്ത എന്നാൽ അണ്ടർലൈങ് സ്പിരിറ്റായി ഉള്ളൊരു സഖ്യമാണ്. I2U2, I ഫോർ ഇന്ത്യ, I ഫോർ ഇസ്രയേൽ. ഐ കൊണ്ട് തുടങ്ങുന്ന രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേൽ ഇന്ത്യയും തമ്മിലുള്ള വിഖ്യാതമായ ഇപ്പോഴത്തെ കൂട്ടുകെട്ടിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. ശക്തമായ സൈനിക സഹകരണമുണ്ട്, ടെക്നോളജി ഇൻപുട്ടുകളുണ്ട്. അതുമാത്രമല്ല, വലിയ തോതിലാണ് ഇൻഫർമേഷൻ പരസ്പരം ഷെയർ ചെയ്യുന്നത്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പല വെല്ലുവിളികളും ആദ്യം കണ്ടെത്തുന്നത്, ത്രട്ട് പലതും കണ്ടെത്തുന്നത് ഇസ്രയേലിൻ്റെ ചാരവിഭാഗമായ മൊസാദാണ്. കൃത്യമായി പങ്കുവെക്കാൻ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ളൊരു ബന്ധം ഒരു പ്രത്യേക തലത്തിലാണ്. അറബ് രാജ്യങ്ങളെ പിണക്കാതെ, ഇസ്ലാമിക ലോകത്തെ പിണക്കാതെ, ഇറാനെ പോലും കാര്യമായി പിണക്കാതെ തന്നെ ഇസ്രയേലുമായി ഒരു ഞാണിന്മേൽ കളി എന്ന നിലയിൽ ഇന്ത്യ ബന്ധം കൊണ്ടുപോകുന്നുണ്ട്. അതാണ് I2, ഇസ്രയേൽ ആൻഡ് ഇന്ത്യ. അത് ഇറാൻ അല്ല, ആ ഐ എന്ന് ഓർക്കണം. ഇസ്രയേൽ ഇന്ത്യ ആൻഡ് U2, USA ആൻഡ് UAE. യു കൊണ്ട് തുടങ്ങുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പം അമേരിക്കയും UAEയും തമ്മിലുള്ള ഒരു സഖ്യം. അപ്പം ഇത് രണ്ടും ചേരുമ്പോൾ അതൊരു വലിയ കോമ്പിനേഷനാണ്. അതൊരു പ്യുവർ ഇക്കണോമിക്, ട്രേഡ്, കൊമേഴ്ഷ്യൽ ഒരു കോൺഗ്ലോമറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് സൗദി അവിടെ മാറി നിൽക്കുന്നു. അപ്പം സൗദി അറേബ്യ വലിയൊരു പങ്കാളി കൂടിയാണ്. നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ്, IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ, അതാണല്ലോ IMEC. ഇത് 2023 പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഒക്ടോബർ 7, 2023 ഗൾഫ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. പിന്നെ കാര്യമായി ഒന്നും കേട്ടില്ല. ഇന്ത്യ നീഡ്സ് ടു ഇംപ്രൂവ് ട്രേഡ് വിത്ത് യൂറോപ്പ്. അതിനുള്ള പ്രധാന മാർഗം, യൂറോപ്പുമായി ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് എത്തിച്ചേർന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം കണ്ടു. അമേരിക്കയെ മാത്രം നമ്പി നിന്നാൽ, വിപണികൾക്ക് വേണ്ടി അമേരിക്കയെ മാത്രം നമ്പിയിട്ട് കാര്യമില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യൂറോപ്പിലേക്കുള്ള ട്രേഡ് വ്യാപിപ്പിക്കണമെങ്കിൽ ഒന്ന്, ഇപ്പോൾ ഹോർമോസ് ഉപരോധം അവസാനിക്കണം, പേർഷ്യൻ ഗൾഫ് ശാന്തമാകണം. ഇറാൻ ഒരു വലിയ ശക്തിയായി നിന്നുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ അത് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. മറുകാര്യത്തിൽ ഇന്ത്യ ഇറാനെ സഹായിക്കുകയും ചെയ്തു. സങ്കീർണമാണ് വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സങ്കീർണമാണ്. അപ്പോൾ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ നടപ്പാകണമെങ്കിൽ UAE നിർണായക കണ്ണിയാണ്, ഇസ്രയേൽ നിർണായക കണ്ണിയാണ്. അതിലെയൊക്കെ പാസ് ചെയ്യണം. അവിടെ സൗദിയെ പിണക്കിക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇത് ലാൻഡ് വഴി, അതുപോലെ റെയിൽ റോഡ് വഴി, പിന്നീട് കപ്പൽ വഴി ഒക്കെയുള്ള ഗതാഗതമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്. അപ്പം ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏതാനും മണിക്കൂറുകളിലേക്കുള്ള UAE സന്ദർശനം. അബുദാബിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങി. ഈ വർഷം ആദ്യം അബുദാബിയുടെ രാജാവ് ഇന്ത്യയിൽ വന്നതുപോലെ, ഷെയ്ഖ് വന്നതുപോലെ, എമീർ വന്നതുപോലെ, മുഹമ്മദ് ബിൻ അൽ നഹ്യാൻ ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ചും ഒരു സന്ദർശനം. എന്തായിരുന്നു ഈ തിടുക്കത്തിലുള്ള? നോർഡിക് രാജ്യങ്ങളായിരുന്നു മോദിയുടെ ലക്ഷ്യം. അതായത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്,
ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഇറ്റലി, പിന്നീട് ഇറ്റലി, തെക്കോട്ടുള്ള വന്ന് ഇറ്റലി, ഈ സന്ദർശനത്തിൻ്റെ ആദ്യ പാദം തുടങ്ങിയത് UAE വിസിറ്റിലാണ്. വെറും കൈയോടെയല്ല പോയത്, വെറും കൈയോടെയല്ല തിരിച്ച് പറഞ്ഞതും. UAE ഇന്ത്യക്ക് സ്ട്രാറ്റജിക് റിസർവായി 3 ബില്യൺ ബാരൽ ഓയിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിസർവ് ഇപ്പോൾ ഈ വലിയൊരു ഓയിൽ ഷോക്കിനെ പ്രതിരോധിച്ച് നിർത്താൻ ഭാരതത്തിന് കഴിഞ്ഞത് ഒരു സ്ട്രാറ്റജിക് റിസർവ്, മംഗലാപുരത്തും ഹൈദരാബാദിലും മറ്റു പലയിടത്തായി ഉള്ള തന്ത്രപ്രധാനമായ റിസർവാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ പെട്രോളിയം രംഗത്ത് താങ്ങി നിർത്താനുള്ള റിസർവാണ്. ആ റിസർവ് ശേഖരത്തിലേക്ക് UAEയുടെ കോൺട്രിബ്യൂഷൻ വരികയാണ്. അതൊന്ന്. ബാങ്കിങ്, ഇതര ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്തേക്ക് $5 ബില്യൺ, $5 ബില്യൺ ഒരു സഹായവും വരിക. സഹായം എന്ന് പറയുന്ന കാര്യം ശരിയല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. ഈ 2 കാര്യങ്ങളിൽ ഒരു ധാരണയായി. മാത്രമല്ല UAE വികസിപ്പിച്ചെടുത്ത ചില ചിപ്പുകൾ, ആ ചിപ്പുകൾ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന രീതിയിലാണ് ഇന്ത്യയുടെ IT മിഷന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു സഹായമായി അതിനെ കാണാം. അത് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഇതൊന്നുമല്ലല്ലോ. ഇന്ത്യക്കാരായി ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സായ 45 ലക്ഷം പേരാണ് UAEയുടെ വിവിധ എമിറേറ്റുകളിൽ, ദുബായിലും അബുദാബിയിലും ഷാർജയിലും റാസൽ ഖൈമയിലും എല്ലാം തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നത്. അവരുടെ സുരക്ഷ, അവരുടെ വെൽബീയിങ്, ഇവർ ഏതെങ്കിലും കാരണവശാൽ യുദ്ധം, ഹോർമൂസിൽ സംഘർഷം പെരുകുമ്പോൾ അവർ ഇങ്ങോട്ട് വരേണ്ടി വന്നാൽ 1991 സംഭവിച്ചതുപോലെ ഗൾഫ് യുദ്ധകാലത്ത് കുവൈറ്റിൽ നിന്നും വലിയ തോതിൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്തിയതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവാസികളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യവുമുണ്ട്. അതുപോലെയാണ് LNG. ഗൾഫ് ഏറ്റവും അധികം LNG ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്ന് മാത്രമല്ല, അത് UAEയിൽ നിന്ന് കൂടിയാണ്. അതിൻ്റെ സുഗമമായ ഒരു ട്രാൻസിറ്റ് ലഭ്യമാകണം എന്നൊരു തീരുമാനമാണ്. അത് മാത്രമല്ല ഇന്ത്യ ആകാംക്ഷാപൂർവ്വം, പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്യൂജൈറയിൽ നിന്നും ഗൾഫിൽ പ്രതിസന്ധി ദീർഘിച്ചാലും, ഹോർമൂസ് ആടുചെന്ന് കിടന്നാലും, ഹോർമൂസിൻ്റെ കിഴക്കുള്ള പേർഷ്യൻ ഉൾക്കടലിന് പുറത്തുള്ള, അതായത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖം എന്ന നിലയിൽ ഫ്യൂജൈറ UAEയുടെ ഭാഗമാണ്. അത് UAEയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് കിഴക്കൻ ഭാഗമായ ഫ്യൂജൈറയിലേക്ക് വലിയ പൈപ്പ് ലൈനുകൾ നീളുന്നു. അവിടെ നിന്നും എണ്ണ കയറ്റുമതി ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ധാരണാപത്രവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് സോഴ്സ്, സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ കിട്ടും. അത് റെഡ് സീ വഴിയാണ്. അതായത് ഈ സൗദിയുടെ കുറുകെ കിഴക്ക് പടിഞ്ഞാറ് പൈപ്പ് ലൈൻ വിന്യസിച്ചിട്ടുണ്ട്. അതിലെ പൂർണ്ണതോതിൽ പമ്പിങ് നടന്നു കഴിഞ്ഞാൽ സൗദിയുടെ ചെങ്കടൽ തുറമുഖങ്ങളിലൂടെ ബാബൽ മന്ദേബ് കടന്ന് അറബിക്കടലിലൂടെ ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാനുള്ള ദീർഘകാല പദ്ധതികളാണ്. അതുകൊണ്ട് ഹോർമൂസിൽ തുടർന്നും പ്രശ്നങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടെ സൗദി അറേബ്യ പിണക്കാതെ പാകിസ്ഥാനുമായി കരാറുണ്ട് എന്നൊറ്റ കാരണത്താൽ സൗദിയെ പിണക്കാനാവില്ല. അതേസമയം ഇസ്രയേലും UAEയും തമ്മിൽ അടുത്ത് നിൽക്കുന്നു. അത് സ്വാഭാവികമായി ഇന്ത്യക്ക് UAEയിൽ കൂടുതൽ ആക്സസ് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ UAEയും ഉണ്ട്, സൗദിയുമുണ്ട്. പക്ഷേ സൗദി വേറിട്ട് ചിന്തിക്കുന്നു, സൗദി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. കാരണം അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും സൗദി നഗരങ്ങളിൽ ആക്രമണം നടന്നതിനെ സൗദി ഒരു പ്രത്യേക രീതിയിലാണ് UAE കണ്ടതുപോലല്ല സൗദി അതിനെ കണ്ടത്. അതുകൊണ്ട് സ്വന്തമായി ഡിഫൻസ് കേപ്പബിലിറ്റി കൂടുതലായി വികസിപ്പിക്കണം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഉപരിയായ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് പാകിസ്ഥാനിലേക്കും തുർക്കിയിലേക്കുമൊക്കെ സൗദി അറേബ്യ ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇന്ത്യക്ക് ഒരു ചെറിയ ചാലഞ്ചുമാണ്. കാരണം ഇന്ത്യ സൗദി ബന്ധം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ബാലൻസിങ് ആക്ട് ആണ്. ഇന്ത്യ ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ബാലൻസിങ് ആക്ട്. ആത്യന്തികമായി ഇന്ത്യയുടെ 2 സുരക്ഷാ പാരഡൈംസ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി, ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ ഇസ്രയേലിന് ഒരു പങ്കുണ്ട്. ഇന്ത്യക്കെതിരെ വരാൻ പോകുന്ന പല കാര്യങ്ങളും കണ്ടെത്തുന്ന ഇസ്രയേലാണ്. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിൽ സൗദി അറേബ്യയ്ക്കും UAEക്കും വലിയ പങ്കാണുള്ളത്. ഇത് രണ്ടും കൺവേർജ് ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് മേഖല. അതുകൊണ്ട് അവിടെ വരുന്ന മാറ്റം മറിച്ചിലുകൾ, ഇറാൻ വിഷയത്തിൽ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ടല്ലോ, അഴകുഴമ്പനെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നാമെങ്കിലും ചിന്തിച്ചുറപ്പിച്ച് ഇതല്ലാതെ മറ്റൊരു നിലപാടെടുക്കാനാവില്ല. കാരണം നാളുകളിൽ ഇറാൻ ഒരു അക്ഷയഖനിയാണ്. ഇന്ത്യ ഇറാനോട് ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ്.
ഇസ്രായേലുമായി ബന്ധമുള്ളതുകൊണ്ട് ഇറാനോട് കൂട്ടുവെട്ടിയിട്ടൊന്നുമില്ലല്ലോ. UAEയോട് ബന്ധമുള്ളതുകൊണ്ട് ഇറാനോട് ബന്ധം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. ഹോർമൂസ് തുറക്കണമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് ഇറാനോടും പറയുന്നു, അമേരിക്കയോടും ഒരേ സ്വരത്തിൽ ഇന്ത്യ പറയുന്നുണ്ട്. അത് ബധിര കർണപുടങ്ങളിലാണ് വീഴുന്നത് എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹോർമൂസ് എല്ലാം സുഗമമായി തുറന്നു കിട്ടുകയും കാർഗ് ഐലൻഡിൽ നിന്നും എണ്ണ വൻതോതിൽ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്താൽ, ഇറാനിൽ സമാധാനം വന്നാൽ അതിൻ്റെ മേജർ ബെനിഫിഷ്യറി ഇന്ത്യയും ചൈനയും തന്നെയാവുമല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു രീതിയിലും പക്ഷം പിടിക്കാനാവില്ല. പക്ഷേ ഇന്ത്യ കരുക്കൾ നീക്കുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താനും അതേസമയം ബന്ധം വഷളായി പോകാതെ ഇരിക്കത്തക്ക രീതിയിൽ വളരെ സങ്കീർണമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ്റെ കുന്തമുനയായിരുന്നു UAE. അവിടേക്കാണ് നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് എന്നുകൂടി ഓർക്കണം.